ഹലോ ഗേൾസ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുതിയ ചൂണ്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ലഞ്ച് ഞങ്ങളൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. പ്ലാൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നാനി കർമ്മ റോട്ടിൽ പോയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ദൗത്യത്തിൽ നമ്മുടെ കൂടെ കൂട്ടിയിരിക്കും നമ്മുടെ സ്വന്തം രാജേട്ടനെയാണ്. അങ്ങനെ രാജേട്ടനും കൂട്ടി ഞങ്ങൾ കർമ്മ റോട്ടിലെത്തി. രാജേട്ടനും പിള്ളേരും കർമ്മ റോട്ടിൽ ഇറങ്ങിയിട്ടോ. ഞാനും ഏട്ടനും വണ്ടിയിൽ തന്നെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചൂണ്ട സെറ്റ് ചെയ്യാനുള്ള വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് രാജേട്ടൻ വന്ന് ചോദിക്കുന്നത്, ചൂണ്ട റെഡിയാക്കണ്ടേന്ന്. അങ്ങനെ ചെറിയ മോൻ ചൂണ്ടയിട്ട് ഏട്ടൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുക കേട്ടോ, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു വിനോദം തന്നെയാണ് ഈ ചൂണ്ടയിടൽ. ഒരുപാട് നേരം ചൂണ്ടയിട്ട് നമുക്കിങ്ങനെ ഇരിക്കുക, സമയം പോകുന്നത് അറിയേയില്ല. അപ്പോൾ ഞങ്ങൾ ചൂണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ആ തീരുമാനത്തിലെത്തി ചൂണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കർമ്മ റോട്ടിൽ കുറേ ആളുകൾ ഇതേമാതിരി മീൻ പിടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അവരോട് ആരെങ്കിലോടും ചോദിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്തുള്ള ഒരാളടുത്ത് ചൂണ്ട ശരിയാക്കി തരുമോ എന്ന് ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പിള്ളേർ രണ്ടും കർമ്മ റോഡിൻ്റെ അതായത് പുഴയുടെ അപ്പുറത്തെ സൈഡിൽ കാഴ്ചകൾ പരസ്പരം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കണ്ട കൈയൊക്കെ ചൂണ്ടിയിട്ട് പറയുകയാണ് ഓരോ കാര്യങ്ങൾ. നമ്മുടെ രാജേട്ടൻ ചെറിയ പിള്ളേരെ പോലെ അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ നമ്മൾ പറഞ്ഞയക്കാൻ പോകണം നമ്മുടെ രാജേട്ടനെയും പിള്ളേരെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളെടുത്തൊക്കെയാണ് പറഞ്ഞയക്കാൻ പോകുന്നത്. അങ്ങനെ ഇവർ പോവുകയാണ് ഇത് സെറ്റ്. അപ്പോൾ അവിടെ ഒരു ബനിയനിട്ട ഒരു ഏട്ടൻ്റെ ആ ഏട്ടൻ്റെ അടുത്ത് പോയിട്ടാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞയക്കുന്നത്. അങ്ങനെ നമ്മൾ ചെറിയ ആൾ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് അയാൾക്ക് വലിയ ഐഡിയ ഇല്ല എന്നാണ്. അയാൾ ഇപ്പുറത്തുള്ള ആളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഇയാൾ സെറ്റ് ചെയ്ത് തരുമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നേരെ അവർ വീണ്ടും ആ ഫസ്റ്റ് ഇരിക്കുന്ന ആളടുത്തേക്ക് പോയിട്ടോ. ആ റോള് മൊത്തം ചൂണ്ടലിടുന്ന ആൾക്കാരായിട്ടോ. നമുക്ക് വീഡിയോ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കാണാത്ത കേട്ടോ. അങ്ങനെ അയാൾ ഈ ചൂണ്ട നോക്കുന്നുണ്ട് കേട്ടോ, ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ അതിൽ എക്സ്ട്രാ ഒരു നൂലും കൂടി ഉണ്ടാകും. ആ നൂല് ഇതിലില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അത് കേട്ടതും രാജേട്ടനും പിള്ളേരും തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ ചർച്ചകൾക്കൊടുവിൽ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. രാജേട്ടൻ പിള്ളേർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് അവസാനം ഏട്ടൻ തന്നെ ചൂണ്ട സെറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് കയ്യിൽ ഇരയുണ്ട് കേട്ടോ. അങ്ങനെ ആ കവറിൽ ഇരയുണ്ട്. ആ ഇര കയറ്റി ചെമ്മീനുണ്ട് ഇരയാക്കി എടുത്തിട്ടുള്ളത്. ആ ഇരയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് മീൻ പിടിക്കാൻ പോവുകയാണേ. അങ്ങനെ ഒരുപാട് തവണ ചൂണ്ടലിങ്ങനെ ഇട്ടിട്ട് മീനൊന്നും കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ രാജേട്ടൻ ഫസ്റ്റ് തവണ മീൻ ഇട്ടപ്പോൾ ഒരു മീൻ വായ്പൊത്തി എന്ന് പറഞ്ഞൊരു മീൻ ചൂണ്ടയിൽ കൊടുത്തിട്ടുണ്ടായി. പക്ഷെ ആ മീനിനൊരു പ്രത്യേകത ഉണ്ട് അത്ര കേട്ടോ. ആ മീൻ അധികം കൊണ്ട് ഇരനെ പിടിക്കില്ല എന്ന് അതിൻ്റെ ചുണ്ടത്തിൻ്റെ തലപ്പത്ത് വെച്ചിട്ട് അത്ര ഇര പിടിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. ഇത് കിട്ടിയത് ഈ മീൻ കൊളുത്തലും താഴെ വീഴലും ഒക്കെ ഒരുമിച്ചായി. പക്ഷെ ആ മീനെ കല്ലിൻ്റെ പൊത്തിലാട്ടം പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായി. ഞങ്ങൾക്ക് കിട്ടാത്തതിലല്ല സങ്കടം, കാരണം അത് അവിടെ കിടന്ന് ചത്തു പോകുമല്ലോ. അത് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിലും ചാവും, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ചാവും. പക്ഷെ നമ്മൾ കഴിക്കാനാണല്ലോ ഇത് അവിടെ കിടന്നിട്ട്, അത് ഒരു ശരിയല്ലല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇരയൊക്കെ സെറ്റാക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലേട്ടൻ്റെ കയ്യിലാണ് കേട്ടോ ചൂണ്ടലുള്ളത്. അങ്ങനെ രാവിലേട്ടൻ ചൂണ്ടലെറിഞ്ഞു. അതാ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. എന്നിട്ട് മോൻ്റെ കയ്യിലാണ് ചൂണ്ടൽ കൊടുത്തത്. മോൻ പറയേണ്ട അച്ഛാ എനിക്കായോ വെച്ച് എനിക്കിതായോ എന്ന്. കാരണം ആ പിള്ളേരുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മളത് മേടിച്ചത്. അങ്ങനെ ഏട്ടൻ
ഒന്നും കൂടെ ചൂണ്ടിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രാജേട്ടനും എൻ്റെ മൂത്ത മോനും കൂടി കുറച്ച് അപ്പുറത്തേക്ക് നടന്നപ്പോൾ അവിടെ വേറൊരു ചൂണ്ടൽ കിടക്കുന്നുണ്ട് കേട്ടോ. ആരോ ഉപേക്ഷിച്ച് പോയ ചൂണ്ടലാണ്. ആ ചൂണ്ടൽ ഇവരെടുത്തിട്ട് അതിൽ ഇര കൊളുത്താനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 2 ചൂണ്ടലായിട്ടോ. അങ്ങനെ 2 ചൂണ്ടലിലും ഞങ്ങൾ ഇരയിട്ടിട്ട് മീൻ പിടിക്കുകയാണ്. പക്ഷെ ആ രണ്ടാമത് കിട്ടിയ ചൂണ്ടലിലാണ് കേട്ടോ നന്നായി മീൻ കിട്ടാൻ തുടങ്ങിയത്. എനിക്കും ആ ചൂണ്ടലിൽ നിന്നാണ് കേട്ടോ മീൻ കിട്ടിയത്. ഞങ്ങളുടെ പുതിയ ചൂണ്ടലിൽ നിന്ന് മീനൊന്നും കിട്ടിയതേ ഇല്ല. ഇനി ഞങ്ങൾക്ക് അത് ഇടാൻ അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് അങ്ങനത്തെ ഒരു ചൂണ്ടലല്ല. ഈ രണ്ടാമത് കിട്ടിയ ചൂണ്ടൽ ഒരു വടിയിൽ തങ്കൂസ് വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക ഹുക്ക് ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ മോൻ ഇപ്പോൾ പിള്ളേർ രണ്ടാളും അങ്ങോട്ട് മാറി മാറി ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അടുത്ത ഊഴം രാജേട്ടനാണ്. രാജേട്ടൻ ചൂണ്ട ഇടാണ് കേട്ടോ. മറ്റേ സെക്കൻഡ് കിട്ടിയ ചൂണ്ടയിൽ ഞങ്ങൾക്ക് കിട്ടിയ ചൂണ്ട വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് മോനും നല്ല കൗതുകത്തിലിരിക്കുകയാണ്. ഞങ്ങളും ആകാംക്ഷരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മീൻ കിട്ടുമോ എന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നേരം ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ വൈകുന്നേരം ഒരു 4-4:30 ആകുമ്പോഴായിട്ടോ ഇവിടെ കർമ്മ റോട്ടിലെത്തിയപ്പോൾ നേരം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ 2 മീനാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ആ മീനൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്തുള്ള കർമ്മ റോട്ടിലുള്ള ഒരു കടയിൽ കയറി ചായ കുടിക്കാൻ പോവുകയാണ്. അങ്ങനെ ചായ ഓർഡർ ചെയ്ത് ചായക്ക് ഞങ്ങൾ പൊരിക്കടിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പിള്ളേരും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ചായക്കടി ഇപ്പോൾ വരും. ഞങ്ങൾ 4-4:30 ആകുമ്പോൾ വന്നതാണ്. ഇപ്പോൾ പോകുമ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാറായിക്കണേ. അങ്ങനെ എപ്പോഴാണ് കടയിൽ തിരക്കായതുകൊണ്ട് കുറച്ച് നേരം വൈകിയിട്ടാണ് കേട്ടോ അത്. അങ്ങനെ പൊരിക്കടിയൊക്കെ കിട്ടി. ഞങ്ങൾ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ പൊരിക്കടി ഉണ്ടപ്പുരിയോ പിന്നെ സമൂസയൊക്കെയാണ് മേടിച്ച് കഴിക്കുന്നത്. ഞങ്ങൾ മയോണൈസിൽ മുക്കിയിട്ട് ചമ്മന്തി മയോണൈസും മിക്സ് ചെയ്ത് അതിൽ മുക്കിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ കയറിയിരുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ രാത്രി സൈഡിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഏരിയ എത്താറായിരിക്കണം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്ലാന് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ 2 മീനുമായിട്ട് ഞങ്ങൾ മടങ്ങി.